മുത്തുമണി മഴയായി മുത്തമിടുമഴകാ ചുറ്റി വരും പുഴയായി. അത്തം 10 തിരുവോണത്തോടു കൂടി ഓണവിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഉടലുകളലയും മലരിതളിണയാ. ഹായ്, നമസ്കാരം. ഞാൻ ആതിര. ഫ്രൈഡേ ഫെയിമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിമജലഗണമായി മേഘപ്പൂക്കളിൽ മിന്നൽ തുമ്പിയായി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ നന്ദു കർത്തയാണ്. സോ വെൽക്കം ടു ഫ്രൈഡേ ഫെയിം. താങ്ക് യു. സാറിന്റെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് പറയാമോ? ഓണം എല്ലാവരെയും പോലെ എനിക്കും ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെയാണ്. എനിക്ക് 3 സ്ഥലങ്ങളിലുള്ള ഓണ ഓർമ്മകളുണ്ട്. എൻ്റെ അച്ഛൻ്റെ നാട് പെരുമ്പാവൂരിനടുത്ത് കൂവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഓണത്തിൻ്റെ രീതികൾ കുറച്ച് ഡിഫറെൻ്റാണ്. അമ്മയുടെ സ്ഥലം പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഭാഗത്തുള്ള വളയഞ്ചിറങ്ങര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അവിടെ ഓണത്തിന് ഈ ഓണത്തപ്പന ഉണ്ടാക്കും. തുമ്പപ്പൂ കൊണ്ട് ഇങ്ങനെ ഓണത്തപ്പന ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പൂവറക്കലും പരിപാടികളും പൂടലും ഒക്കെ എല്ലാ നാട്ടിലും എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ നമ്മളും ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ ഓണത്തപ്പന ഉണ്ടാക്കും ഇത് വെച്ചിട്ട്, തുമ്പപ്പൂ കൊണ്ട്. അച്ഛൻ്റെ നാട്ടിലെ അത് വേറെ രീതിയിലാണ്. അത് അത്ര ദൂരമൊന്നുമില്ല രണ്ടും തമ്മിൽ, പക്ഷേ കുറച്ച് ഡിഫറെൻ്റാണ് അവിടുത്തെ രീതികൾ. അവിടെ ഓണത്തപ്പന ഉണ്ടാക്കൽ, മണ്ണ് കൊണ്ട് കുഴച്ച് തൃക്കാക്കരപ്പന ഉണ്ടാക്കി വെക്കൽ, അങ്ങനെയൊക്കെ അത് വീട്ടിൽ തന്നെ എല്ലാവരും ചെയ്യുന്ന അങ്ങനെ ചെയ്യുമായിരുന്നു. തൃപ്പൂണിത്തുറയിലെ ഓണം ടോട്ടലി ഡിഫറെൻ്റാണ്. തൃക്കാക്കരപ്പന മേടിക്കാൻ കിട്ടുന്ന തൃക്കാക്കരപ്പനെ വെച്ചിട്ടുള്ള ചെറിയ മറ്റേ വരവേൽപ്പും പരിപാടിയും ഇവിടുത്തെ രീതികൾ കുറച്ച് ഡിഫറെൻ്റാണ്. അപ്പോൾ 3 തരത്തിലുള്ള ഓണങ്ങളും ആഘോഷിച്ചിട്ടുണ്ട്. 3നും 3ൻ്റേതായ രസങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കസിൻസും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒന്ന് ചേർന്ന് സദ്യയൊക്കെ കഴിക്കുന്ന അതേ ഓർമ്മകളൊക്കെ തന്നെയാണ് എല്ലാവർക്കും. നമ്മൾ പക്ഷേ കൃഷി വിളവെടുപ്പൊക്കെ ഉള്ള ഫാമിലിയിൽ നിന്നാണ് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊക്കെ മുതിർന്നു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഓൾമോസ്റ്റ് ഇല്ലാതെയായി. പാടങ്ങളും ഒക്കെ വിറ്റു, വേറെ രീതിയിലായി. പിന്നെ ഞങ്ങൾ തൃപ്പൂണിത്തുറയിലേക്ക് പട്ടണത്തിലേക്ക് വന്നു. ചിങ്ങത്തേര് പൊൻചിങ്ങത്തേര് വന്നെത്തുമ്പോൾ പൂവേ പോലി പാട്ട്. സ്വാഭാവികമായും അതിനോട് ഞാൻ അഡാപ്റ്റഡായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് പാട്ടുകൾ ഓണപ്പാട്ടുകൾ, പ്രത്യേകിച്ച് തരംഗിണി റിലീസ് ചെയ്തിട്ടുള്ള 100 കണക്കിന് ഓണപ്പാട്ടുകൾ, അത് ജീവിതത്തെ തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സംഗീതം ഒരു പ്രൊഫഷനായി എടുക്കാൻ കുതിപ്പിച്ച കാര്യങ്ങളിൽ ഒരെണ്ണം ഒരു പറ്റം തരംഗിണി പാട്ടുകളും കൂടിയായിരിക്കും, പ്രത്യേകിച്ച് ഓണപ്പാട്ടുകളും കൂടിയായിരിക്കും. അപ്പോൾ അതും കൂടി പറയാതെ ഈ ഓണ അനുഭവങ്ങൾ പൂർത്തിയാകില്ല. അത് കുട്ടിക്കാലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പാട്ടുകൾ നമ്മളോടൊപ്പം ഇങ്ങനെ വളർന്നിട്ടുണ്ട്. പൂങ്കാറ്റേ പോരില്ലേ പൊൻചിങ്ങം വന്നല്ലോ. സാറിന്റെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആൽബമാണല്ലോ പൂവേട്ടം എന്ന ഓണം ആൽബം. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? പൂവട്ടം പല പ്രത്യേകതകളും ഉള്ള ഒരു പ്രൊജക്റ്റാണ്. പൂവട്ടം സംഭവിക്കാൻ കാരണം മുജീബ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത്, പ്രവാസിയായ ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യും. ഒരു ഓണത്തിനൊരു പാട്ട് ചെയ്താലോ എന്ന് പറഞ്ഞിട്ടൊരു ലിറിക്സ് എനിക്ക് അയച്ചു തരികയും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വരികൾ. സാധാരണ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു മൂടൊക്കെ വരാനൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷേ ഇതങ്ങ് വളരെ ഇഷ്ടപ്പെട്ടിട്ട്, ഞാൻ വേറെ ഏതോ പ്രൊജക്റ്റിൻ്റെ ഇടയിലായിരുന്നു, അത് നിർത്തി വെച്ചിട്ട് ഞാൻ ഈ പാട്ടൊക്കെ പെട്ടെന്ന് അതിന് ട്യൂണൊക്കെ ഇട്ട് വേഗം മൈക്കൊക്കെ എടുത്ത് വെച്ച് പാട്ടൊക്കെ പാടിയൊക്കെ വെച്ചു. പിന്നെ അത് സത്യത്തിൽ വളരെ വലിയ ക്യാൻവാസിൽ കുറേ റിച്ച് ആയിട്ടുള്ളൊരു ഓർക്കസ്ട്രയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. ഞാനത് സത്യം പറഞ്ഞാൽ ഹരീഷ് ശിവരാമകൃഷ്ണനെ കൊണ്ട് പാടിക്കണം എന്ന് വിചാരിച്ച് ചെയ്ത് തുടങ്ങിയ പ്രൊജക്റ്റാണ്. പിന്നെ ചെന്നൈയിൽ നിന്ന് പെർക്കഷനൊക്കെ എടുത്ത് ഭയങ്കര ലാർജ് സ്കെയിൽ പ്രൊജക്റ്റായിട്ട് അങ്ങനെ ചെയ്യണം. അതുമല്ല, നമ്മൾ കോവിഡ് കാലം ഒന്ന് കഴിഞ്ഞ ഒരു സമയമായിരുന്നു. അപ്പോൾ കുറച്ച് ആഘോഷം എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു ഹ്യൂജ് പ്രൊജക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ ആ സമയം സത്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായത്. അതായത് ബാക്കിയുള്ള എല്ലാവരും സ്പോൺസർ ചെയ്യാൻ സന്നദ്ധത അറിയിച്ച ആളുകളൊക്കെ അതിൽ നിന്ന് പിന്നീട് പിന്മാറുകയും, മുജീബ് തന്നെ കുറേ അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് പിന്നെ നടന്നില്ല. അപ്പോഴും ഈ പാട്ട് എങ്ങനെ ഇത് റിലീസ് ചെയ്യും, എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ ലിമിറ്റേഷൻസ് ആണ് നമ്മളുടെ ഐഡിയകൾ ട്രിഗർ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ആ ലിമിറ്റേഷനിൽ നിന്ന് ഇത് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ ഞാൻ വേറൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മനസ്സിൽ കണ്ടിരുന്നൊരു ഐഡിയ ആയിരുന്നു. ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രം വച്ചിട്ട് ഒരു
പാട്ട് എന്ന് പറയുന്നത്. അത് പലരും പല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ബേസ് ഗിറ്റാർ മാത്രം വെച്ചിട്ടൊരു പാട്ട് അധികം പേര് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ ജോസി ജോൺ എന്ന് പറയുന്ന ബേസ് ഗിറ്റാറിസ്റ്റിനെ മനസ്സിൽ കണ്ടിട്ട് വേറൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഐഡിയ ഞാൻ ഇതിൽ നമ്മുടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഒരു ബേസ് ഗിറ്റാർ വെച്ചിട്ട് മാത്രം ഒരു പാട്ട്. പൂങ്കാറ്റേ പോരില്ലേ പൊൻചിങ്ങം വന്നല്ലോ, പൂക്കില്ലേ പൂമരമേ പൊന്നോണം വന്നല്ലോ. അപ്പം അതിലെ എല്ലാ ടോൺസും, അതിലെ കിക്ക് ഡ്രം പോലത്തെ ടോണാണെങ്കിലും, അതിൽ സ്നെയർ ഡ്രം പോലത്തെ ടോണാണെങ്കിലും, ഗിറ്റാർ പോലെയുള്ള ബാക്ക്ഗ്രൗണ്ടിലെ കോഡുകളാണെങ്കിലും, ബാക്കിംഗ് മറ്റ് പെർക്കഷനുകൾ പോലെയുള്ളതാണെങ്കിലും എല്ലാം 100% ഈ ബേസ് ഗിറ്റാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ടോണുകളാണ്. അത് ഞാനൊരു മ്യൂസിക് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് മാത്രം സംഭവിച്ചതും കൂടി ആയിരിക്കാം ചിലപ്പോൾ. ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടും കൂടി സംഭവിച്ചതും ആയിരിക്കാം ചിലപ്പോൾ. അല്ലാത്തവർക്ക് പറ്റില്ലെന്നല്ല. അപ്പോൾ ആ ഐഡിയ അങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. അപ്പോൾ എല്ലാം ഈവൻ അതിനകത്ത് ഈ മറ്റേ ഷെയ്ക്കേഴ്സ് പോലെയുള്ള പെർക്കഷൻസ് ഉണ്ട്, അതുപോലും നമ്മൾ ബേസ് ഗിറ്റാറിൽ നിന്ന് ഉരച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ്. ഈ മറ്റേ ഇതുണ്ട്, ജാസ് ഡ്രമ്മിങ്ങിനകത്തൊരു ബ്രഷ് കിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ ഒരു ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് ഞാൻ സംഗീതമാരിൽ നിന്ന് സ്വിഗ്ഗി വഴി വരുത്തി, ജോസി ചേട്ടൻ കുറച്ച് നേരം ബേസ് ഗിറ്റാറിൻ്റെ ടോണൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് ആ അത് വെച്ചിട്ട് ഉരച്ചിട്ട്, ഈ ബ്രഷ് കിറ്റ് വെച്ച് ഉരച്ച് തട്ടി മുട്ടി അങ്ങനെ പല രീതിയിൽ അതൊന്ന് സൗണ്ട് ക്യാപ്ചർ ചെയ്ത് അതിനെ അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ആ പാട്ട്. അപ്പോൾ അത് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ അത്രയും അതിൻ്റെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്തിയിട്ടുണ്ട്. അത്രയും അതിൻ്റെ മിക്സിങ്ങിനൊക്കെ വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അതിനെ കാച്ചിക്കുറുക്കി എടുത്തതാണ്. പ്രത്യേകിച്ചും മലയാളത്തിലെ രണ്ടാമത്തെ ഡോൾബി അറ്റ്മോസ് മിക്സ് പ്രൊജക്റ്റും കൂടിയാണത്. ആദ്യത്തേത് സിത്താരയുടെ പ്രൊജക്റ്റാണ്. അപ്പോൾ ആദ്യത്തെ ഓണപ്പാട്ട് ഇൻ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പൂങ്കുളിരാടാൻ വാ ഈ പൊന്നൂഞ്ഞാൽ തുമ്പത്ത്, പൂങ്കുളിരാടാൻ വാ ഈ പൊന്നൂഞ്ഞാൽ തുമ്പത്ത്, പൂത്തുമ്പി തുള്ളാൻ വാ പൂവിളികൾ കേട്ടല്ലോ, പൂങ്കാറ്റേ പോരില്ലേ പൊൻചിങ്ങം വന്നല്ലോ, പൂക്കില്ലേ പൂമരമേ പൊന്നോണം വന്നല്ലോ. സർ കൊള്ളായിരുന്നു, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ഓണത്തിന്റെ ഒരു വൈബിലോട്ട് എത്താൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സാറിന്റെ ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു, അതൊന്ന് പറയാമോ? ഞാൻ പഠിച്ചത് BA മ്യൂസിക്കും പിന്നെ MA മ്യൂസിക്കും ഒക്കെയാണ്. MA മ്യൂസിക്കൊക്കെ ആയപ്പോഴേക്കും തന്നെ ഈ മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പ്യൂട്ടറിലേക്ക് അതൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഞാനൊരു വർക്കുമായിട്ടൊരു സ്റ്റുഡിയോയിൽ എത്തുകയും ആ സ്റ്റുഡിയോയിൽ അത്ര നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എഞ്ചിനീയർ പിറ്റേ ദിവസം ഗൾഫിൽ പോവുകയും ഞാൻ ആ സ്റ്റുഡിയോയിലത്തെ എഞ്ചിനീയറായി മാറുകയും ചെയ്യുന്നൊരു 5-6 മാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ എത്തിപ്പെട്ടു. അവിടെ നിന്ന് ഞാൻ പിന്നെ സ്വന്തമായിട്ട് മ്യൂസിക് പ്രൊഡക്ഷനിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ഓഡിയോ ഇൻ്റർഫേസൊക്കെ വാങ്ങി, അതൊക്കെ കമ്പ്യൂട്ടറൊക്കെ വാങ്ങി അങ്ങനെ തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് രവീന്ദ്രൻ മാസ്റ്ററുടെ അസിസ്റ്റൻ്റ് ആവാനുള്ളൊരു കോൾ വരുന്നത്. നമ്മുടെ ഗായകൻ ഗണേഷ് സുന്ദരമാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ സാർ ഒരു അസിസ്റ്റൻ്റിനെ അന്വേഷിക്കുന്നുണ്ട്, ഇപ്പോഴുള്ള അസിസ്റ്റൻ്റ് അവധിക്ക് പോയി. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് കുറേ പ്രാവശ്യം മാഷിനെ കാണാൻ ശ്രമിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒക്കെ മാഷ് തിരക്കാണ്, അവിടെയാണ്, മദ്രാസിലാണ്, കോഴിക്കോടാണെന്നൊക്കെ മാറി മാറി പറയും. ഒഴിവാക്കുന്നതാണ് നമുക്കറിയാം. പിന്നെ ഞങ്ങളുടെ മാഗസിൻ എഡിറ്റർ ഒരിക്കൽ മാഷിനെ ഇൻ്റർവ്യൂ ആവുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അതിനുവേണ്ടിയും കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു, അപ്പോഴും മാഷിനെ കിട്ടിയിരുന്നില്ല. പക്ഷേ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്ലി ഒരു ഫെബ്രുവരി 2-ാം തീയതി ഇങ്ങോട്ടൊരു കോൾ വരികയായിരുന്നു, മാഷിനെ അസിസ്റ്റ് ചെയ്യാവോ, ഇപ്പോൾ തന്നെ ചെല്ലാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ വേഗം അവിടെ ചെന്നു. മാഷിൻ്റെ കമ്പോസിങ് അസിസ്റ്റൻ്റായിട്ട് അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു. ആദ്യമായിട്ട് തുടങ്ങുന്നത് അങ്ങനെയാണെന്നുള്ളതാണ് സത്യം. മാഷൻ അത് ഗ്രീറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഷാജൂൺ കാരിയാൽ എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സിനിമ, അതിൻ്റെ കമ്പോസിങ് അസിസ്റ്റൻ്റായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് മനോഹരമായ തുടക്കമായിരുന്നു. പിന്നെ മാഷിൻ്റെ തന്നെ ചില പാട്ടുകൾക്ക് ഓർക്കസ്ട്രയൊക്കെ അറേഞ്ച് ചെയ്ത് പതുക്കെ തുടങ്ങി. അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിന് മുൻപ് തന്നെ എനിക്ക് കീബോർഡൊക്കെ ഉണ്ട്, കീബോർഡിൽ സീക്വൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം അതിൻ്റെ കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഇത് കൂടും, ക്വാളിറ്റിയും അതിൻ്റെ ഒരു കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയൽ ഇൻസ്ട്രുമെൻസിനോട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കും. സാമ്പിളിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയൊക്കെ ആ സമയത്ത് വലിയ രീതിയിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ മാഷിൻ്റെ പാട്ടുകളിൽ അതൊക്കെ പരീക്ഷിക്കാനുള്ള അവസരം മാറ്റി തന്നു.
ചില ആൽബം സോങ്സും. പിന്നെ ആ വർഷം മാഷിന് അധികം സിനിമാ പാട്ടുകൾ അധികം ഉണ്ടായിരുന്നില്ല. വടക്കുന്നാഥൻ ഒക്കെ അതിന് മുമ്പ് ചെയ്തു വച്ചിരുന്നു. അതിൻ്റെ മിക്സിംഗ് ഒക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ മിക്സിംഗ് സമയത്തൊക്കെ ഞാൻ അസിസ്റ്റ് ചെയ്തതിന് ഉണ്ടായിരുന്നു. പിന്നെ ചില പാട്ടുകളുടെ കോറസിലൊക്കെ ഞങ്ങളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു. മഞ്ജരിയൊക്കെ പാടിയ പാട്ടുണ്ടല്ലോ, മഞ്ജരിയും സിന്ധു പ്രേംകുമാറും പാടിയ ഒരു പാട്ടുണ്ട്, ശിവ 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 ശംഭു. അതിൻ്റെ കോറസൊക്കെ ഞാൻ കൂടെ പാടിയത്. പിന്നെ അതിൻ്റെ മിക്സിങ്ങിലും ആ സമയത്ത് പൂജാ സ്റ്റുഡിയോയിലായിരുന്നു അത് ആ സമയത്തൊക്കെ. അങ്ങനെ തുടങ്ങിയത് വളരെ രസകരമായി. മാഷിൻ്റെ ഒപ്പം വലിയ രീതിയിൽ അങ്ങനെ തുടങ്ങാൻ പറ്റി. പിന്നെ ബിജി ബാലൻ്റെ പ്രൊജക്റ്റുകളാണ് കൂടുതലും ചെയ്തിട്ടുണ്ടാവുക. ആദ്യം മുതലേ തന്നെ ബിജിയുടെ പാട്ടുകൾ കീബോർഡ് മാത്രം വച്ചിട്ടും പല പ്രോജക്റ്റുകളൊക്കെ ചെയ്തു. ബിജിക്ക് ഒരു കീബോർഡ് ഉണ്ടായിരുന്നു, അതിൽ സീക്വൻസിങ് ഒക്കെ പഠിച്ച് അങ്ങനെയാണ് ഇതിലേക്ക് അതൊക്കെ എത്തുന്നത്. ശരിക്കും വോക്കലിസ്റ്റാണ്. കുറച്ച് കീബോർഡ്, കുറച്ച് വയലിനൊക്കെ പഠിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ വയലിനൊക്കെ കുറച്ച് കാലം ജോസ് കുട്ടി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ വയലിനിസ്റ്റിൻ്റെ നമ്മുടെ ശൗര്യയിലൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് കുറേ കാലം വയലിൻ പഠിച്ചിരുന്നു. അങ്ങനെയാണ് ഈ വെസ്റ്റേൺ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എഴുതാനൊക്കെ അദ്ദേഹം പഠിപ്പിച്ചൊക്കെ തന്നത്. പിന്നെ മറ്റു പല പ്രോജക്റ്റുകൾക്കും പലരും വിളിക്കാൻ തുടങ്ങി. അലക്സ് പോളേട്ടൻ്റെ കുറേ പ്രൊജക്റ്റുകൾക്ക് അതുപോലെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അപ്പോഴേക്കും ബിജി അറബിക് കഥ ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ തുടങ്ങി. അറബിക് കഥകൾ തിരികെ ഞാൻ വരുമെന്ന് ആ പാട്ടൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്തതാണ്. അതുപോലെ താരകമലരുകൾ അതൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്ത പാട്ടുകളാണ്. ആ അറബിക് കഥയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബിജിയുടെ ഒരു ക്രൂ അങ്ങനെ ആയിട്ട് അങ്ങനെ കുറേ അധികം കാലങ്ങളായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെ അധികം പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബിജി വിളിക്കുമ്പോൾ പോകാറില്ല. ഞാൻ എൻ്റേതായ ചില ഇൻഡിപെൻഡൻറ്റ് പ്രൊജക്റ്റുകളും ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് ടീച്ചിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിനിമ അങ്ങനെ എൻ്റർ ചെയ്തത് അങ്ങനെയാണ്. പിന്നെ സിനിമ മാത്രമല്ലാതെ ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷണൽ പ്രൊജക്റ്റുകൾ, ഹിന്ദു ഡിവോഷണൽ പ്രൊജക്റ്റുകൾ, ആൽബങ്ങൾ ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും പെട്ടെന്ന് ചെയ്യാൻ വിളിച്ചാൽ കൂടുതൽ ഇഷ്ടം അത്തരം ഇൻഡിപെൻഡൻറ്റ് പ്രൊജക്ട്സ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. പിന്നെ പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ്. ബാക്കി സമയം വീട്ടിലിരിക്കാമല്ലോ, ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാമല്ലോ. ജ്വാലാനിലാവിൽ പൂക്കും ഭൂപടം, താരാഗണങ്ങൾ മേയും പൂവനം, ആഴം വിമോകം മൂടും സാഗരം, മേഘങ്ങൾ താളം തുള്ളുമ്പോ. സാർ സിനിമ ചെയ്യുന്നതോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഒരുപാട് ശ്രദ്ധ നേടിയിട്ടുണ്ടല്ലോ. ആ ഒരു പ്രൊജക്ട്സിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. കുറേയൊക്കെ ബോധപൂർവം തന്നെ ചെയ്യുന്നതാണ്. സിനിമയിൽ മ്യൂസിക് ചെയ്യുമ്പോഴാണ് നമ്മൾ മ്യൂസിക് ചെയ്യുന്ന ഒരാളാണെന്ന് പൊതുവെ എല്ലാവരും അറിയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സിനിമയോടൊപ്പം തന്നെ നമുക്കെപ്പോഴും പറയേണ്ട ഒരു പേരാണ് ഈ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ടേം. ഇപ്പോൾ ഇൻ മാർക്കറ്റിംഗ്, ഇൻ ലൈം ലൈറ്റ് എന്നൊക്കെ പറയുന്നത് സിനിമയുടെ കൂടപ്പിറപ്പുകളാണ്. അവസരം കൊടുക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സിനിമയുടെ കൂടെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ അതിനോടൊപ്പം തന്നെ ഈ സോക്കോൾഡ് മാർക്കറ്റൊന്നും ഒരു പരിധിയിലേറെ ബാധിക്കാത്ത ഒരുപാട് മേഖലകളിൽ നമുക്ക് സംഗീതം ചെയ്യാൻ കഴിയും. അതുപോലെ ഒന്നാണ് ഈ TV. അതിൽ 2000 അതിന് മുൻപ് മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. എന്നാലും 2004-2005 കാലം മുതൽ തന്നെ അമൃത TV തുടങ്ങിയ കാലം മുതലുണ്ടായിരുന്നു. സമാഗമം, മ്യൂസിക് കഫേ, സൂപ്പർ ഡാൻസർ ജൂനിയർ, അങ്ങനെ കുറേ പ്രോഗ്രാംസിൻ്റെ ഒക്കെ ടൈറ്റിൽസും ഒക്കെ ചെയ്യും. ചിലതിൻ്റെ ഒക്കെ സമാഗമത്തിൻ്റെ ഒക്കെ മുഴുവൻ മ്യൂസിക്കും അതിൻ്റെ ആയിട്ട് ഗസ്റ്റ് എൻ്റർ ചെയ്യണതും എല്ലാമായിട്ട് നിറച്ച് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം മഴവിൽ മനോരമയിൽ ഉണ്ടായിരുന്നു, കഥ ഇതുവരെ. അതിൻ്റെ മ്യൂസിക് ഉണ്ടായിരുന്നു. അതിൻ്റെ മ്യൂസിക്കിനൊക്കെ നല്ല ആസ്വാദകരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ അവർ ക്യാമറയൊക്കെ നല്ലോണം ചാർജ് ചെയ്യാൻ പറ്റുന്നൊക്കെ മ്യൂസിക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മ്യൂസിക് കൊടുത്തിരുന്നതിനൊക്കെ ഒരുപാട് ആസ്വാദകരുണ്ടാവുകയും പലരും നമ്പറൊക്കെ വാങ്ങി വിളിച്ചിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഞ്ചേരി എന്നൊരാൾ എപ്പോഴും വിളിക്കുമായിരുന്നു മ്യൂസിക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫ്ലവേഴ്സ് TV തുടങ്ങിയപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ഈ ചാനലുകൾ ഇങ്ങനെ ഏഷ്യാനെറ്റ് മുതൽ ഇങ്ങനെ പലരും അവിടെ നിന്ന് ഏഷ്യാനെറ്റ് കഴിഞ്ഞ് പിന്നെ അമൃത വന്നു, അത് കഴിഞ്ഞ് മഴവിൽ മനോരമ വന്നു, അത് കഴിഞ്ഞ് ഫ്ലവേഴ്സ് വന്നു. ഇപ്പോൾ പല പ്രൊഡ്യൂസേഴ്സും ഇങ്ങനെ മാറുന്നത് അനുസരിച്ച് ഈ ചാനലുകളും അതുപോലെ മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സ് TVയിൽ കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സ് തുടങ്ങിയ കാലത്ത് അവരുടെ കുറേ ഫില്ലേഴ്സൊക്കെ ചെയ്തു. പിന്നെ സ്മാർട്ട് ഷോ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണെന്ന് തോന്നുന്നു. സ്മാർട്ട് ഷോയിൽ ഓരോ ചെറിയ കുഞ്ഞു സെഗ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും. ഒരു ഇവൻ്റ് എടുത്ത് കാണിക്കുന്നു, അതിനൊക്കെ മ്യൂസിക്, അങ്ങനെ എല്ലാത്തിനും ഉണ്ടാവും. ഫില്ലും ആയിട്ട് ഏതാണ്ട് 48 പീസോ മറ്റോ മ്യൂസിക് ഉണ്ടായിരുന്നു അതിന്.
ഓരോ സെഗ്മെൻറ്റുകളും ഗെയിം ഷോ ഒക്കെ ആകുമ്പോഴുള്ള ഡീറ്റെയിൽസും. പിന്നെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അവിടുത്തെ പ്രൊമോകളുടെയൊക്കെ മ്യൂസിക് എല്ലാത്തിൻ്റെയും അല്ല, എന്നാലും വിവേക് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അതിപ്പോൾ തുടരുന്നുണ്ട്, ഇപ്പോഴും അടുത്തിറങ്ങുകയും ചെയ്തു. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സഫാരി ടി വിയുടെ തീം സോങ്. നീലാകാശപ്പൂക്കൾ നുള്ളാൻ നീയും പോരുന്നു, ഈ കാടും മേടും പൂക്കും കാലം കാണാൻ പോരുന്നു, ഈ ലോകം സ്വന്തം വീടായി തോന്നും സ്നേഹക്കൂടാരം, ഈ ദൂരം നമ്മെ ഒന്നായി മാറ്റും മായ സഞ്ചാരം. അതിന് മുൻപുണ്ടായ ഒരു കാര്യം വെച്ചാൽ സന്തോഷ് സാർ തന്നെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്നു, ചന്ദ്രയാൻ. നമ്മുടെ മൂൺ മിഷൻ ഉണ്ടല്ലോ ചന്ദ്രയാൻ, അതിനെ അദ്ദേഹം ഒരു ഫിക്ഷൻ, ഒരു ഡോക്യു ഫിക്ഷൻ പോലെ ഷൂട്ട് ചെയ്തിരുന്നു. ഫിലിമിൽ ഷൂട്ട് ചെയ്തതാണ് അത്. ഫിലിമിൽ ഷൂട്ട് ചെയ്തതാണ്. ഫിലിമിൽ ഷൂട്ട് ചെയ്ത അവസാന പ്രൊജക്റ്റുകളിൽ ഒരെണ്ണം ചിലപ്പോൾ അതായിരിക്കും എന്ന് തോന്നുന്നു, ഡിജിറ്റലാവുന്നതിന് തൊട്ട് മുൻപ് മുഴുവനും. അപ്പോൾ അങ്ങനെ അതിൻ്റെ മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വെളി വന്നു. എനിക്ക് തോന്നുന്നു വിജിക്ക് അടുത്ത് പോയിട്ട് വിജി സജസ്റ്റ് ചെയ്തിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ രതീഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് സഞ്ചാരത്തിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ ഒക്കെ പരിചയപ്പെട്ടത് അങ്ങനെയാണ്, അദ്ദേഹമാണ് വിളിക്കുന്നത്. അപ്പോൾ അത് ചെയ്തു. അത് അദ്ദേഹത്തിന് എന്തോ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മ്യൂസിക് വന്നതിന് ശേഷമുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നപ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലായത്. പിന്നെ ഒരു ദിവസം ഇതുപോലെ പറഞ്ഞു, സഞ്ചാരം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ വരുന്ന ആ പ്രോഗ്രാം അതൊരു ചാനലായി മാറുന്നു, സഫാരി എന്നാണ് പേര്. സഫാരി എന്ന് ആദ്യം പറഞ്ഞിരുന്നില്ല. അപ്പോൾ അത് എന്നൊരു തീം സോങ് വേണം, സന്തോഷ് സാർ കാണണം എന്ന് പറഞ്ഞു. ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സഞ്ചാരികളുടെ ഒരു ആന്തമായി മാറണം എന്നൊക്കെ അദ്ദേഹം പറയുന്ന ഒരു മോട്ടിവേഷൻ ശൈലി ഉണ്ടല്ലോ, അതിലൊക്കെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വളരെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ തോന്നണം, അങ്ങനെയൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഞാനെല്ലാം തലകുലുക്കി സമ്മതിക്കുകയൊക്കെ ചെയ്തു. ഈ രസം എന്താ വെച്ചാൽ അത് ചെയ്യുമ്പോൾ എനിക്കൊരു പാസ്പോർട്ട് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഈ സഞ്ചാരം പോയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരമില്ല, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരം ഇല്ലാത്തൊരു കാലത്താണ് ഇത് വരുന്നത്. ഇപ്പോൾ സഞ്ചാരമൊക്കെ വളരെ കുറച്ച് മാത്രം നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ സഞ്ചാരികളുടെ ഒരു മനോവ്യാപാരമൊന്നും അങ്ങനെ അത്ര മനസ്സിലാക്കാനുള്ളൊരു സംഭവമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിരുന്ന് കുറേ വീഡിയോകളൊക്കെ കണ്ട് ഒരാഴ്ച ഞാൻ ചെയ്തിരുന്നത് വേറൊരു പരിപാടിയും ചെയ്തില്ല. കുറേ ട്രാവൽ വീഡിയോകളും ടൂറിസം ബ്ലോഗുകളും കുറേ സംഭവമൊക്കെ കണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരാളായി ഞാൻ അങ്ങനെ മാറി. കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയം എന്ന് പറയും, ഏത് സിനിമയിൽ തമാശ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ഒരു സഞ്ചാരിയായി സ്വയം മാറി അങ്ങനെ ഇരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ചെയ്തതാണ് സഫാരി ടി വിയുടെ തീം സോങ്. ഈ ലോകം സ്വന്തം വീടായി തോന്നും സ്നേഹക്കൂടാരം, ഈ ദൂരം നമ്മെ ഒന്നായി മാറ്റും മായ സഞ്ചാരം. ഒറ്റ ട്യൂണേ ചെയ്തുള്ളൂ കേട്ടോ. ആ ട്യൂണ് തന്നെ പെട്ടെന്ന് അപ്രൂവൽ കിട്ടി. അതൊക്കെ ഒരു അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ പല പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. ഒരേ ഒരു ട്യൂണുമായിട്ട് ഞാൻ ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ അവരെ പോയി കണ്ടു. സാറിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ആ മ്യൂസിക് അദ്ദേഹം അത് അപ്പം തന്നെ എൻ്റെ USB ഡ്രൈവ് നിന്ന് മേടിച്ച് അദ്ദേഹത്തിൻ്റെ മെഷീനിൽ കോപ്പി ചെയ്തിട്ടു. പിന്നീട് അതിന് വരികൾ വന്നു. PK ഗോപി സാറാണ് വരികൾ എഴുതിയത്. അപ്പോൾ എനിക്ക് അതൊരു മലയാളം സോങ് ആയിരിക്കണം എന്ന് ഒരു കാരണവശാലും അങ്ങനെ ഒരു എൻ്റെ ഏറ്റവും വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും അതില്ല. സഞ്ചാരികളുടെ പാട്ടാണല്ലോ, അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ ആയിരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ സ്പാനിഷ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള അങ്ങനെ നമുക്ക് കേട്ടാൽ മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു ജിബ്രിഷായിട്ട് നമുക്ക് തോന്നുന്ന തരം ഭാഷയിലായിരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് അതിൻ്റെ ഡമ്മിയൊക്കെ പാടി വെച്ചിരുന്നത്. അതിന് അങ്ങനത്തെ ഡാരേ മീരാ തോരി രാധോ ധാറോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മീനിങ്ങും ഇല്ലാത്ത എന്തൊക്കെയോ ഭാഷയിലൊക്കെയാണ് എൻ്റെ ഗൈഡൊക്കെ പാടി വെച്ച് അദ്ദേഹത്തിന് കൊടുത്തത്. ഇദ്ദേഹത്തിന് അത് തന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം അങ്ങനെ വേറൊരു വേർഷൻ റിലീസ് വരെ ചെയ്തു, എന്നോട് പറയാതെ. ആദ്യം കൊടുത്ത ഡമ്മി പോലും സ്ക്രാച്ചായിട്ട് കൊടുത്തത് തന്നെ അത് റിലീസ് ചെയ്തിരുന്നു വേറെ ഏതോ പ്രോഗ്രാമിൻ്റെ പിന്നിൽ. പിന്നെ അത് ഗോപി സാറിൻ്റെ ലിറിക്സ് വന്നപ്പോഴും ഞാൻ അങ്ങനെ അത്ര ആദ്യം ഇഷ്ടത്തോടു കൂടിയൊന്നും ആയിരുന്നില്ല. അത് എന്താവും എന്നുള്ള ആശങ്കയോടുകൂടി മലയാളത്തിൽ അത് വരുന്നത് എങ്ങനെയാണെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് പ്രാവശ്യം പാടി അദ്ദേഹത്തിൻ്റെ വരികളനുസരിച്ച് ചെറിയ ചില നീക്കുപോക്കുകളൊക്കെ അതിൻ്റെ
നീട്ടലും കുറുക്കലൊക്കെ വരുത്തി അതിനോട് അങ്ങോട്ട് സാധാത്മ്യം പ്രാപിച്ചു. കുറച്ച് പ്രാവശ്യം പാടി ഞാനത് പാടി അയച്ചു, അവർക്കത് ഇഷ്ടപ്പെട്ടു. ആദ്യഘട്ടത്തിൽ അങ്ങനെ ചെയ്തെങ്കിലും പിന്നീട് അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വായിപ്പിച്ചു. ചെന്നൈയിലൊക്കെ പോയി കുറച്ച് ലൈവ് ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിപ്പിച്ചു. അതിൽ വായിച്ച ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, സീനു എന്നാ പേര്. അതിൽ മാൻഡലിനും അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിച്ച ആളുണ്ടായിരുന്നു, അദ്ദേഹം ഇല്ല. പിന്നെ പെർക്കഷൻ വായിച്ചത് ചെന്നൈയിൽ നിന്നൊരു വിക്രം എന്ന് പറഞ്ഞിട്ട് ആളാണ്. പിന്നെ ഫ്ലൂട്ട് നമ്മുടെ ഇവിടെ ജോസി ആലപ്പി, ഗിറ്റാർ സുമേഷൊക്കെ അവരവരൊക്കെ കൂടി ചേർന്നത് ചെയ്തതാണ്. ബാക്കി പ്രൊഡക്ഷനൊക്കെ ഇവിടെ തന്നെയായിരുന്നു. മിക്സിങ് നിഖിൽ കാക്കോച്ചനായിരുന്നു. മാസ്റ്റർ ചെയ്ത് മനോജ് കുമാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാസ്റ്ററിങ്ങിനൊക്കെ ഒരുപാട് സ്വാധീനം അതിലുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നല്ല ഒരു സ്പേസ് ഔട്ടാക്കി നല്ലൊരു മാസ്റ്ററിനെ തന്നു. അപ്പോൾ അത് റിലീസായി കഴിഞ്ഞിട്ടും അതിൻ്റെ ഇതൊന്നും വന്നിരുന്നില്ല കേട്ടോ. ആരാണിത് ചെയ്തതെന്നുള്ള ക്രെഡിറ്റ്സ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഓഡിയൻസ് പലരും അത് ഇഷ്ടപ്പെട്ടിട്ട് അത് ആളുകൾ ആരാണെന്ന് അന്വേഷിച്ച് അത് പിന്നെ അവർക്കത് മറ്റേ വിക്കിപീഡിയയിൽ അത് പബ്ലിഷൊക്കെ ചെയ്യേണ്ടി വന്നിട്ടും അങ്ങനെ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ യൂട്യൂബ് പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആസ്വാദകരുടെ കമൻസ് വായിക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നാറുള്ളത്. അപ്പം നമ്മൾ നല്ല മൂഡ് ഓഫ് ആയിരിക്കുന്ന ദിവസമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പോയി വായിച്ചാൽ മതി, മൂഡൊക്കെ മാറും. വളരെ പോസിറ്റീവായിട്ട് എത്രയോ പേരുടെ വളരെ ഒരു ഇൻസ്പിറേഷനാണ് അത്, മോട്ടിവേഷനൊക്കെയാണ് പലർക്കും. അപ്പോൾ അതൊക്കെ അറിയുമ്പോൾ വലിയ സന്തോഷം. അങ്ങനെ അത് സഫാരി ടി വിയുടെ തീം സോങ് ആയതുകൊണ്ട് ഉണ്ടായതാണ്. അത്രയും പ്രാവശ്യം കേട്ടാലും കൂടി ആയിരിക്കും ചിലപ്പോൾ അത് മനസ്സിൽ കയറുക. എല്ലാ ദിവസവും അത് ചാനലിൽ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനോട് ഒത്തിരി ആരാധകർ ഉണ്ടായിട്ടുണ്ട് ആ പാട്ടിന്. പലരും പേഴ്സണലി മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. അത് ഞങ്ങളത് വീട്ടിൽ ബാക്കി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ കുടുംബം മുഴുവൻ ഇരുന്നിട്ട് അതിന് കാണും എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അത് വലിയ സന്തോഷം. ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. നീലാകാശപ്പൂക്കൾ നുള്ളാൻ നീയും പോരുന്നോ, ഈ കാടും മേടും പൂക്കും കാലം കാണാൻ പോരുന്നു. ഈ ലോകം സ്വന്തം വീടായി തോന്നും സ്നേഹക്കൂടാരം, ഈ ദൂരം നമ്മെ ഒന്നായി മാറ്റും മായാ സഞ്ചാരം. ജ്വാലാനിലാവിൽ പൂക്കും ഭൂപടം, താരാഗണങ്ങൾ മേയും പൂവനം, ആഴം വിമുഖം മൂടും സാഗരം, മേഘങ്ങൾ താളം തുള്ളുമ്പോൾ അകലെ സൂര്യനൊരു ദീപമായി, അരികെ ഭൂമിയൊരു താലമായി, നീ നീട്ടും കൈകളിൽ വാഴും ഈ ലോകം കാണാൻ കൂടെ പോരൂ പോരൂ.